ഹലോ ഗായ്സ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് 2023 IO 2023 ഗൂഗിളിൻ്റെ CEO ആയിട്ടുള്ള സുന്ദർ പിച്ചെ ഗൂഗിളിൻ്റെ അപ്കമിങ് അപ്ഡേറ്റ്സ്, AI എന്നുള്ള റെവല്യൂഷണറി ചേഞ്ച് ഗൂഗിളിനെ എങ്ങനെയൊക്കെയാണ് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്, മാറ്റം വരുത്തുന്ന മേഖലകൾ, ഇതിനെക്കുറിച്ചൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഫോട്ടോസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, എഡിറ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, അതേപോലെ തന്നെ മാപ്സിനെ കുറിച്ച്, പിന്നെ സ്മാർട്ട് റീപ്ലേയുടെ ന്യൂ വേർഷൻ, പിന്നെ നമ്മൾ ഹെൽപ്പ് മീ റൈറ്റ് എന്ന ടെക്നോളജിനെ കുറിച്ച്, ഇതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേറ്റർ ആയിട്ട് സുന്ദർ പിച്ചെ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഇൻ ടു ദ പോർഷൻ. We are so excited by the opportunities ahead. ഞങ്ങൾ എന്താണ് ഇനി മുന്നിലുള്ള അവസരങ്ങൾ ആലോചിച്ച് ഭയങ്കര അധികം എക്സൈറ്റഡ് ആണ്. Our ability to make AI helpful everyone relies on continuously advancing our foundation models. അപ്പം ഞങ്ങളുടെ ആവശ്യകത എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. സോ ഐ വാണ്ട് ടു ടേക്ക് എ മോമെന്റ് ടു ഷെയർ ഹൗ വി ആർ അപ്രോച്ചിങ് ദം. സോ ഞങ്ങൾ എങ്ങനെയാണ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു AI മോഡൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതിലേക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ എന്താണ് അങ്ങനത്തെ ഒരു സാധനമാണ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. Last year, you heard us talk about PaLM, which led to many improvements across our products. ഇപ്പോൾ ഗൂഗിളിൻ്റെ മറ്റൊരു പ്രൊഡക്റ്റ് ആയിരുന്നു ഗൂഗിൾ PaLM എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. കഴിഞ്ഞ കൊല്ലം 2022 IOയിലാണ് ഗൂഗിൾ CEO ആയിട്ടുള്ള സുന്ദർ പിച്ചെ തന്നെ അത് റിവീൽ ചെയ്യുന്നത്. Today, we are ready to pronounce our latest PaLM model in production, PaLM 2.0. എന്താണ്, ഞങ്ങൾ ഇനി അതിൻ്റെ സെക്കൻഡ് ജനറേഷൻ ആയിട്ടുള്ള PaLM 2 വേണ്ടി ഇറക്കാൻ വേണ്ടിയിട്ട് പോവാണ്. PaLM 2 builds on our fundamental research and our latest infrastructure. It is highly capable at a wide range of tasks and easy to deploy. എന്താണ്, ഞങ്ങൾ വളരെയധികം ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത ഒരു പ്രൊഡക്റ്റാണ് PaLM 2 എന്ന് പറയുന്നത്. അതെന്താണ്, ലേറ്റസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ, നമ്മൾ ലേറ്റസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചറിനോട് ഇഴങ്ങി ചേരുന്ന തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് PaLM 2 നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇറ്റ് ഈസ് ഹൈലി കേപ്പബിൾ അറ്റ് എ വൈഡ് റേഞ്ച് ഓഫ് ടാസ്ക് ആൻഡ് ഈസി ടു ഡിപ്ലോയ്. അതെന്താണ്, വളരെ പ്രയാസകരമായിട്ടുള്ള ടാസ്കുകളൊക്കെ ചെയ്യാനായി അത്ര കാപ്പബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് PaLM 2 എന്ന് പറയുന്നത്. വി ആർ അനൗൺസിങ് ഓവർ 25 പ്രോഡക്ട്സ് ആൻഡ് പവേർഡ് ബൈ PaLM 2 ടുഡേ. ഞങ്ങൾ എന്താണ് ഇന്ന് PaLM 2 ഫീച്ചർ ചെയ്യുന്ന 25ഓളം പ്രോഡക്റ്റ്, PaLM 2 ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ PaLM 2 സപ്പോർട്ട് ചെയ്യുന്ന 25ഓളം പ്രോഡക്റ്റാണ് ഇന്ന് ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. PaLM 2 models deliver excellent foundational capabilities across a wide range of sizes. PaLM 2 എന്ത് ചെയ്യുന്നുണ്ട്, PaLM 2 മോഡൽ പലതരം വെറൈറ്റിയിൽ പലതരം സൈസുകളിലായിട്ടാണ് ഞങ്ങൾ ഇറക്കാനായിട്ട് പോകുന്നത്. We have affectionately named them Gecko, Otter, Bison and Unicorn. ഇപ്പോൾ ഞങ്ങൾ 4 മോഡലാണ് ഇറക്കിയിട്ടുള്ളത്. 4 മോഡലിന്റെ നെയിമാണ് ഇവിടെ തന്നിട്ടുള്ളത്. Gecko, Otter, Bison and Unicorn. PaLM 2 ഇറക്കാൻ പോകുന്ന 4 മോഡൽസിനെ കുറിച്ചാണ് ഇവിടെ സംസാരിച്ചത്. Gecko so lightweight that it can work on mobile devices. Gecko എന്ന് പറയുന്നത് എന്താണ്, വലുപ്പത്തിൽ ചെറുതാണ്, അത് മൊബൈൽ ഡിവൈസസിൽ ഉപയോഗിക്കാവുന്നതാണ്. Fast enough for great interactive applications on device, even offline. ഓഫ്ലൈൻ ആയിരിക്കുമ്പോൾ തന്നെ ഇന്റർനെറ്റ് ഇല്ലാതെ കൂടെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് ഗെക്കോ മൊബൈൽ ഡിവൈസുകളിൽ. PaLM 2 models are it's also stronger in logic and reasoning thanks to broadening training on scientific and mathematical topics. ഇപ്പോൾ എന്താണ്, PaLM 2 എന്ന് പറയുന്നത് സ്ട്രോങ്ങർ ആണ്, അതേപോലെ തന്നെ ലോജിക്കൽ കപ്പാസിറ്റി ഉള്ള ഒരു വിഷയനും കൂടെയാണ്. അതുപോലെ സയന്റിഫിക് ആൻഡ് മാത്തമാറ്റിക്കൽ കപ്പാസിറ്റീസ് ഉപയോഗിച്ചിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തൊരു ഡിവൈസും കൂടെയാണ് PaLM 2 എന്ന് പറയുന്നത്. It is also trained on multilingual text. ഇപ്പം എന്താ പറയുന്നത്, വിവിധ തരത്തിലുള്ള പലതരത്തിലുള്ള വൈവിധ്യമാർന്ന ഭാഷകൾ കൈകാര്യം ചെയ്യാനായിട്ട് PaLM 2 പറ്റുന്നുണ്ട്. സ്പാനിങ് ഓവർ 100 ലാംഗ്വേജസ്, 100-ലധികം ഭാഷകൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആയിരിക്കും PaLM 2 എന്ന് പറയുന്നത്. സോ ഇറ്റ് അണ്ടർസ്റ്റാൻഡ്സ് ആൻഡ് ജനറേറ്റ്സ് ന്യൂ ആൻസർ റിസൾട്ട്. നമ്മൾ ഏത് ഭാഷയിലായിക്കോട്ടെ സംസാരിക്കുന്നത്, ആ ഭാഷയിലൊക്കെ അതിൻ്റെ ആൻസർ തരാനായിട്ട് PaLM 2 കഴിയും. Combined with powerful coding capabilities, PaLM 2 can also help developers collaborating around the world. ഇതിന്റെ കോഡിംഗ് കപ്പാസിറ്റി, അതൊക്കെ നമ്മളെ എഞ്ചിനീയേഴ്സിന് കാപ്പബിലിറ്റി ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ കോഡിംഗ് എന്നുള്ള വികസിപ്പിച്ചെടുത്ത അത്രയും ഹൈ ഡെഫിനേഷൻ കോഡിംഗ് ഉപയോഗിച്ചിട്ടാണ് PaLM 2 ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോഡിങ്ങിന് ഡെവലപ്പേഴ്സിന്, ആപ്പ് ഡെവലപ്പേഴ്സിന്, അതേപോലെ തന്നെ കോഡേഴ്സിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും PaLM 2 എന്ന് പറയുന്നത്. Let's look at this example. Let's say you are working with a colleague in Seoul
and you are debugging code, you can ask it to fix a bug and help out your teammate by adding comments in Korean to the code. നിങ്ങളൊരു പ്രോഗ്രസ്സിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കോഡിൽ എന്തെങ്കിലും ബഗ് വന്നു കഴിഞ്ഞാൽ palm 2 can fix that bug എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഫസ്റ്റ് റെക്കഗ്നൈസസ് ദ കോഡ് ഈസ് റിക്കർസീവ് സജസ്റ്റ് എ ഫിക്സ്. അതെന്ത് ചെയ്യും, എറർ ആയിട്ടുള്ള കോഡ് ഏതാണെന്ന് കണ്ടുപിടിക്കും, അതിന് ഓട്ടോമാറ്റിക്കലായി ഫിക്സ് ചെയ്യാനുള്ള കഴിവും palm 2 എന്ന ഡിവൈസിന് ഉണ്ടായിരിക്കും. And even explains the reasoning behind the fix, and as you can see it added comments in Korean just like you asked. കൊറിയയിലാണ് അത് ഫിക്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതെന്തായിരുന്നു ആ കോഡ്, എങ്ങനെയാണ് അത് ഫിക്സ് ചെയ്യേണ്ടത്, എവിടെയാണ് ഫിക്സ് ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ palm 2 നിങ്ങൾക്ക് പറഞ്ഞുതരായിരിക്കും. അത്രയും കാപ്പബിൾ ആയിട്ടുള്ള ഒരു മെഷീൻ ആയിരിക്കും palm 2 എന്ന് പറയുന്ന ഡിവൈസ്. ഓക്കെ, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ. While palm 2 is highly capable, it really shines when fine-tuned on domain-specific knowledge. We recently released SecPalm, a version of palm to fine-tune for security use cases. അപ്പോൾ palm 2ൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ എന്ത് റിലീസ് ചെയ്തിട്ടുണ്ട്, SecPalm എന്ന സെക്യൂരിറ്റി യൂസസ് കേസസ് അതിന് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് യൂസസ് AI to better detect malicious scripts and can help security experts understand and resolve threats. അതെന്താണ്, AI ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് SecPalm എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യും, മലീഷ്യസ് ആയിട്ടുള്ള നമ്മളെ വൈറസ് ഒക്കെ കയറുകയാണെന്നുണ്ടെങ്കിൽ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അതിനെ ഓവർകം ചെയ്യാനായിട്ട് ഈ SecPalm നമ്മളെ സഹായിക്കും. Another example is MedPalm 2. In this case, it's fine-tuned on medical knowledge. MedPalm എന്ന് പറയുന്നത് എന്താണ്, മെഡിക്കൽ നോളജിൽ വെൽ തറോ ആയിട്ടുള്ള ഒരു മെഷീൻ ആയിരിക്കും, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആയിരിക്കും നമ്മളുടെ MedPalm എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ പ്രത്യേകത എന്തായിരിക്കും, the fine-tune achieved the 9x reduction of inaccurate reasoning when compared to the model, approaching the performance of clinical experts who answered the same set of questions. ഇപ്പം എന്ത് ചെയ്തു, ഒരു എക്സ്പേർട്ടിനേക്കാൾ 9 ഇരട്ടി IQ ഉള്ളവരെന്നായിരിക്കും MedPalm എന്ന് പറയുന്നത്. അത് നമ്മളെ എക്സ്പേർട്ടിനേക്കാളും വളരെ വേഗത്തിൽ വളരെ ആക്യുറേറ്റ് ഉള്ള ആൻസേഴ്സ് തരാൻ palm 2 MedPalm 2ന് സാധിച്ചിട്ടുണ്ട്. We are also working on MedPalm version 2. അതിൻ്റെ ഒരു സെക്കൻഡ് ജനറേഷനിലും ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് ഇറ്റ് ക്യാൻ സിന്തസൈസ് ഇൻഫർമേഷൻ ഫ്രം മെഡിക്കൽ ഇമേജിംഗ് ലൈക്ക് പ്ലെയിൻ ഫിലിംസ് ആൻഡ് മാമോഗ്രാംസ്. അപ്പോൾ മെഡിക്കൽ യൂസേഴ്സിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആക്കിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, MedPalm version 2 ഇറക്കാൻ വേണ്ടിയിട്ടും പ്ലാൻ ചെയ്യുന്നുണ്ട്. You can imagine an AI collaborator that helps radiologists interpret images and communicate the results. റേഡിയോളജിസ്റ്റിന് ഉപയോഗിക്കാൻ തരത്തിൽ അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു മെഷീൻ ആയിട്ടായിരിക്കും MedPalm version 2 ഇറങ്ങുന്നത്. അതിനെ റേഡിയോഗ്രാഫിക് നമ്മളെ റൂമുകളിൽ ഒരു അസിസ്റ്റന്റ് എന്നുള്ള രീതിയിൽ MedPalm 2 വർക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. Okay, we can't wait to see it used in more. That's why I'm pleased to announce that it is available in preview, and I will let Thomas share more. palm 2 is the best step in our decade-long journey to bring AI in responsible ways to billions of people. palm 2 എന്ന് പറയുന്നതാണ് ഞങ്ങൾ കണ്ടുപിടിച്ചതിൽ വെച്ച് AI ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, അതെന്ത് ചെയ്യുന്ന ബില്യൺസ് ഓഫ് പീപ്പിൾസിനെ സഹായിക്കുന്നുണ്ട്. ഇറ്റ് ബിൽഡ്സ് ഓൺ പ്രോഗ്രസ് മെയ്ഡ് ബൈ 2 വേൾഡ് ക്ലാസ് ടീംസ്, the brain team and deep mind എന്നുള്ള കൊളാബറേറ്റേഴ്സിനെ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ഈ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ലുക്കിംഗ് ബാക്ക് അറ്റ് ദ ഡിഫൈനിങ് AI breakthroughs over the last decade, these teams have contributed to a significant number of them. ഈ രണ്ട് ടീമുകളാണ് നമ്മളുടെ ബ്രെയിൻ ടീം ആൻഡ് ഡീപ് മൈൻഡ് ആണ് ഇങ്ങനത്തെ കോൺട്രിബ്യൂഷൻസിനൊക്കെ നമ്മളെ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ളത്. ഓക്കെ, ട്രാൻസ്ഫോമേഴ്സ്, സീക്വൻസ് ടു സീക്വൻസ് മോഡൽസ് ആൻഡ് സോ ഓൺ. അവർ ഡെവലപ്പ് ചെയ്തതൊക്കെ എന്താണ്, ആൽഫാഗോ, ട്രാൻസ്ഫോമേഴ്സ് തുടങ്ങിയ സോഫ്റ്റ്വെയർസ് ആൻഡ് ഡിവൈസസ് ഒക്കെ ഡെവലപ്പ് ചെയ്തത് നമ്മളെ ബ്രെയിൻ ടീം ഡീപ് മൈൻഡാണ്. അതുകൊണ്ടാണ് palm 2ൻ്റെ ഡെവലപ്പേഴ്സ് ആയിട്ട് അവരെ ഞങ്ങൾ ഫിക്സ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. All this helps set the stage for the inflection point we are today. We recently brought these two teams together into a single unit, Google DeepMind. അപ്പോൾ ഈ രണ്ട് ടീംസുകൾ ഉപയോഗിച്ചിട്ട് ഞങ്ങൾ എന്ത് ചോദിച്ചു, ഒരു പുതിയ ടീം തന്നെ ക്രിയേറ്റ് ചെയ്തു ഗൂഗിളിൽ. അതായിരുന്നു ഗൂഗിൾ ഡീപ് മൈൻഡ്. യൂസിങ് ദ കമ്പ്യൂട്ടേഷണൽ റിസോഴ്സ് ഓഫ് ഗൂഗിൾ, ദേ ഹാവ് ഫോക്കസ്ഡ് ഓൺ ബിൽഡിംഗ് മോർ കാപ്പബിൾ സിസ്റ്റം സേഫ്റ്റി ആൻഡ് റെസ്പോൺസിബിലി. ഗൂഗിളിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ, മോസ്റ്റ് സേഫ് ആയിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള സിസ്റ്റംസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഗൂഗിൾ സേഫ് മൈൻഡിന്റെ ജോലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ടീമിന്റെ വർക്ക് എന്ന് പറയുന്നത്. This includes our next generation foundation model Gemini, which is still in training. 2024 Gemini റിലീസ് ചെയ്തിട്ടുണ്ട്. എന്താണ്, ഒരു AI സോഫ്റ്റ്വെയർ ആണ്, നമ്മൾ ChatGPT ഒക്കെ പോലെ. ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ChatGPTന്റെ പോലെയുള്ള വർക്ക് ചെയ്യുന്ന ജെമിനിയുടെ പിന്നിലും ഫോക്കസ് ചെയ്യുന്നത് നമ്മളുടെ ഗൂഗിൾ മൈൻഡ് ആണ്. ഓക്കെ,
Gemini was created from the ground to be multi-modal, highly efficient tool in API integrations and built-in in a future innovation like memory and planning. Memory planning അതുപോലെ തന്നെ ഫ്യൂച്ചർ ഇന്നോവേഷൻ 8 മോഡലൊക്കെയാണ് എന്ത് ജെമിനായി എന്ന് പറയുന്നത്. Okay, while still early, we are already seeing impressive multimodal capabilities not seen in our prior models. Once fine-tuned and rigorously tested in early, Gemini will be available at various sizes and capabilities, just like Palm 2. Palm 2 പോലെ തന്നെ ജെമിനി എന്ത് ചെയ്യും, അത് അതിൻ്റെ സമയമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്രയും ട്യൂൺഡായി റിഫൈൻഡ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ നല്ലൊരു വേർഷൻ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും, അപ്പം തന്നെ ജെമിനായും റിലീസ് ചെയ്യും. അതും എന്താവും, നമ്മളെ പാം 2 പോലെ ഒരു സക്സസ്ഫുൾ ആയി മാറുന്നത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ആസ് വി ഇൻവെസ്റ്റ് ഇൻ മോർ അഡ്വാൻസ്ഡ് മോഡൽസ്, വി ആർ ഓൾസോ ഡീപ്ലി ഇൻവെസ്റ്റിംഗ് AI responsibility. This includes having the tools to identify synthetically generated content wherever you encounter it. നിങ്ങൾ ഇതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, AI റെസ്പോൺസിബിലിറ്റിയും കൂടെ ജനറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ജനറേറ്റഡ് കണ്ടന്റ് നിങ്ങൾക്ക് ഫൗണ്ട് ഔട്ട് ചെയ്യാനും അതിനെ കൂടുതൽ സമ്മറൈസ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന AI ഞങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 important approaches are വാട്ടർ മാർക്കിംഗ് ആൻഡ് മെറ്റാഡാറ്റ. ഇങ്ങനെ AI എൻകൗണ്ടേഴ്സ് ഉപയോഗിച്ച് ഞങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന അടുത്ത 2 സ്റ്റെപ്പുകളാണ് എന്ത്, മെറ്റാഡാറ്റയും അതേപോലെ തന്നെ വാട്ടർ മാർക്കിങ്ങും. ഓക്കെ, ഇതെന്താണ് അവർ ഇനി അടുത്തതായിട്ട് വികസിപ്പിക്കാൻ പോകുന്ന AI മോഡൽ ഫീച്ചേഴ്സ് ആണ്. Watermarking embeds information directly into content in ways that are maintained even through modest image editing. ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടർമാർക്സ് നമുക്കറിയാം, ഒരു പ്രോഡക്റ്റ് ഒക്കെ നമ്മൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിന് വാട്ടർമാർക്സ് ഉണ്ടാവും. സോ മൂവിങ് ഫോർവേഡ്, വി ആർ ബിൽഡിംഗ് അവർ മോഡൽസ് ടു ഇൻക്ലൂഡ് വാട്ടർമാർക്കിംഗ് ആൻഡ് അതർ ടെക്നിക്സ് ഫ്രം ദ സ്റ്റാർട്ട്. ഇഫ് യു ലുക്ക് അറ്റ് സിന്തറ്റിക് ഇമേജ്, ഇറ്റ്സ് ഇംപ്രസീവ് ഇൻ ഹൗ റിയൽ ഇറ്റ് ലുക്സ്. So you can imagine how important this is going to be in future. Metadata allows content creators to associate additional content with original files, giving you more information whenever you encounter an image. അപ്പോൾ വാട്ടർമാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് നമ്മൾ തുടക്കം മുതൽ തന്നെ വാട്ടർമാർക്കിംഗ് അല്ലെങ്കിൽ യൂസേഴ്സിന് വാട്ടർമാർക്കിംഗ് ഫീച്ചേഴ്സ് കൊടുക്കുക എന്നുള്ളതാണ് വാട്ടർമാർക്കിങ്ങിന്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. ഇഫ് യു ലുക്ക് അറ്റ് എ സിന്തറ്റിക് ഇമേജ്, ഇറ്റ്സ് ഇംപ്രസീവ് ഹൗ റിയൽ ഇറ്റ് ലുക്സ്. അപ്പം നമ്മളൊരു ഇമേജ് ആദ്യം മുതലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് എത്ര ബ്യൂട്ടിഫുൾ ആണ്, എത്ര റിയൽ ആണ് അത് കിടക്കുന്നത്. സോ യു ക്യാൻ ഇമാജിൻ ഹൗ ഇമ്പോർട്ടൻറ്റ് ദിസ് ഈസ് ഗോയിങ് ടു ബി ഇൻ ഫ്യൂച്ചർ. അപ്പോൾ നമ്മൾ ഇന്ന് ആരും അടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ നമ്മൾ ഉണ്ടാക്കിയൊരു എന്താണ് ഇമേജ് വാട്ടർമാർക്ക്ഡ് ആയിരിക്കാൻ വേണ്ടിയിട്ട് യൂസേഴ്സിനെ സഹായിക്കുന്നതാണ് വാട്ടർമാർക്കിംഗ് ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വന്നതിലായിരുന്നു മെറ്റാഡാറ്റ. ഓക്കെ, we will ensure every one of our AI generated images that has മെറ്റാഡാറ്റ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞങ്ങൾ യൂസേഴ്സ് ജനറേറ്റ് ചെയ്യുന്ന എല്ലാ ഇമേജസും മെറ്റാഡാറ്റയിൽ കൺഫേംഡ് ആണെന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തും. ജെയിംസ് വിൽ ടോക്ക് അബൌട്ട് our responsible approach AI later as models get better and more capable. One of the most exciting opportunities is making them available to people engage with directly. ഞങ്ങൾ എന്ത് ചെയ്യാണ്, ജെയിംസ് എൻ്റെ അസിസ്റ്റന്റിന് നിങ്ങളോട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കും. AI എന്നുള്ള മേഖലയിൽ ഞങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനും കൂടുതൽ റിസർച്ച് ചെയ്യാനൊക്കെ പോവാണ്. കാരണം ദ ഫ്യൂച്ചർ ഈസ് വിത്ത് AI. ആളുകൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനും അല്ലെങ്കിൽ കാപ്പബിൾ ആയിട്ട് ഉപയോഗിക്കാനും അതൊക്കെ നമ്മൾ യൂസ് ടു ആവാനൊക്കെ ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യും. That's the opportunity we have at Bard, our experimental lab for controversial AI. We are rapidly evolving Bard. Bard is a tool used by Google. It now supports wide range of programming capabilities and it's gotten much smarter and reasoning and math problems. And as of today, it's now fully running on Palm 2. Bard എന്ന് പറയുന്നത് it's another app അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ that is developed by Google. അത് കംപ്ലീറ്റ് ചെയ്ത് റൺ ചെയ്യുന്നത് Palm 2 എന്ന സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ കോഡിംഗ് ഡിവൈസസ് ഉപയോഗിച്ചിട്ടാണ്. അതേപോലെ തന്നെ എയിൽ ഞങ്ങൾ എന്ത് ചെയ്യും, ഒരു സ്റ്റെപ്പ് ഫ്രണ്ട് വെക്കാനായിട്ട് പോവുകയാണ്. അതിൻ്റെ മാറ്റങ്ങളാണ് ഇത്രയും സുന്ദർ പിച്ചൈ പറഞ്ഞത്. പലതരം ഇന്നോവേഷൻസ് അവർ കൊണ്ടുവരുന്ന അപ്ഡേറ്റ്സ്, അവർ കൊണ്ടുവരുന്ന മാറ്റങ്ങളൊക്കെയാണ് ഇതിൽ സുന്ദർ പിച്ചൈ ഷെയർ ചെയ്തിട്ടുള്ളത്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദ വീഡിയോ. താങ്ക് യു.